ചില കാഴ്ചകൾ കണ്ണുകൊണ്ട് മാത്രം കാണുന്നതല്ല, ഹൃദയം കൊണ്ടാണ് അനുഭവിക്കുന്നത്. ഇന്ന് കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ അത്തരമൊരു കാഴ്ചയായിരുന്നു. അകത്ത് MDMA കേസിൽ അറസ്റ്റിലായ ഒരു യുവാവ്, പുറത്ത് അവനെ കാത്തു നിൽക്കുന്നത് പ്രായമായ ഒരു ഉമ്മ. മുഖത്ത് വേദന, കണ്ണുകളിൽ കണ്ണീർ, മനസ്സിൽ 1000 ചോദ്യങ്ങൾ. അടുത്തായി അയാളുടെ ഭാര്യ. ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാത്ത ഒരു നിശബ്ദ ഭയം അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അവളുടെ കൈകളിൽ ഒരു പിഞ്ചു കുഞ്ഞ്. ലോകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്നുപോലും അതിനറിയില്ല. താൻ കാത്തു നിൽക്കുന്ന ഉപ്പ എന്തിനാണ് അകത്തുള്ളതെന്ന് അതിനറിയില്ല. എന്താണ് MDMA, എന്താണ് കഞ്ചാവ്, എന്താണ് പോലീസ് സ്റ്റേഷൻ, എന്താണ് കോടതി, ഒന്നും അതിനറിയില്ല. അതിനറിയാവുന്നത് ഒരു കാര്യം മാത്രം: ഉപ്പ വരും. ആ വിശ്വാസത്തോടെ ആ കുഞ്ഞ് വീണ്ടും വീണ്ടും സ്റ്റേഷൻ്റെ പടിവാതിലിലേക്ക് നോക്കുന്നു. ഓരോ തവണയും വാതിൽ തുറക്കുമ്പോൾ ഉപ്പയാണോ വരുന്നത് എന്ന പ്രതീക്ഷയോടെ അതിൻ്റെ കുഞ്ഞിക്കണ്ണുകൾ തിളങ്ങുന്നു. പക്ഷേ ആ പ്രതീക്ഷ ഓരോ നിമിഷവും നീണ്ടുപോകുന്നു. ആ കാഴ്ച കണ്ടു നിൽക്കുന്ന ആരുടെയും മനസ്സൊന്ന് വിങ്ങാതിരിക്കില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പലപ്പോഴും വിചാരിക്കുന്നത്, ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ ഉപയോഗിച്ചാൽ മറ്റാർക്കാണ് നഷ്ടം എന്നായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ലഹരി ഒരിക്കലും ഒരാളെ മാത്രം തകർക്കുന്നില്ല, അതൊരു കുടുംബത്തെ മുഴുവൻ തകർക്കുന്നു. ഒരു ഉമ്മയുടെ പ്രാർത്ഥനകൾ കണ്ണീരായി മാറുന്നു. ഒരു ഭാര്യയുടെ സ്വപ്നങ്ങൾ തകർന്നു വീഴുന്നു. ഒരു കുഞ്ഞിൻ്റെ ബാല്യം മുറിവേൽക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടമാകുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത് മറ്റൊരു കേസായിരിക്കാം. ഒരു അഭിഭാഷകന് ഇത് മറ്റൊരു കേസ് നമ്പറായിരിക്കാം. ഒരു കോടതിക്ക് ഇത് നിയമ നടപടി മാത്രമായിരിക്കാം. പക്ഷേ ആ ഉമ്മയ്ക്ക് അത് സ്വന്തം മകനാണ്. ആ ഭാര്യയ്ക്കത് തൻ്റെ ജീവിത പങ്കാളിയാണ്. ആ കുഞ്ഞിനത് തൻ്റെ ലോകം മുഴുവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ അറസ്റ്റിനും പിന്നിൽ ഒരു കേസ് ഫയൽ മാത്രമല്ല, തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയും ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരി അതിവേഗം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. MDMA, കഞ്ചാവ്, മറ്റ് മയക്കുമരുന്നുകൾ, ഇവ വെറും വാർത്തകളിലെ തലക്കെട്ടുകളല്ല. നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഭീഷണിയാണ്. ഒരു തെറ്റായ കൂട്ടുകെട്ട്, ഒരു കൗതുകം, ഒരു പരീക്ഷണം, പിന്നീട് അത് ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന അടിമത്തമായി മാറുന്നു. ലഹരിയുടെ യഥാർത്ഥ ഇരകൾ ആരാണ്? അറസ്റ്റിലാകുന്ന ആൾ മാത്രമല്ല. സ്റ്റേഷൻ്റെ പടിവാതിൽക്കൽ മകനെ കാത്തു നിൽക്കുന്ന ആ ഉമ്മയും, ജീവിതം എങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കുന്ന ആ ഭാര്യയും, ഉപ്പ എപ്പോഴാ വരുന്നത് എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിക്കുന്ന ആ കുഞ്ഞും, അവരും ലഹരിയുടെ ഇരകളാണ്. അതുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ്, ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ്, ഒരു അധ്യാപകൻ്റെ, ഒരു സുഹൃത്തിൻ്റെ, അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു യുവാവ് തെറ്റായ വഴിയിലേക്ക് പോകുന്നത് കണ്ടാൽ എനിക്കെന്ത് എന്ന് ചോദിക്കാതെ എങ്ങനെ അവനെ രക്ഷിക്കാം എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണം. ഓരോ മാതാപിതാക്കളും മക്കളോട് സംസാരിക്കണം. അവരുടെ കൂട്ടുകാർ ആരാണെന്ന് അറിയണം. അവരുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ ചേർത്ത് നിർത്തണം. കാരണം സ്നേഹം കുറയുന്നിടത്താണ് പലപ്പോഴും തെറ്റായ വഴികൾക്ക് അവസരം ലഭിക്കുന്നത്. ഇന്ന് ആ കുഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ പടിവാതിൽക്കൽ ഉപ്പയെ കാത്തു നിൽക്കുകയാണ്. നാളെ അത്തരമൊരു കാഴ്ച വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഇനിയും എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ സ്വന്തം ഉപ്പയെ പോലീസ് സ്റ്റേഷൻ്റെ പടിവാതിൽക്കൽ കാത്തു നിൽക്കണം? ഇനിയും എത്ര ഉമ്മമാർ കണ്ണീരോടെ മക്കളെ നോക്കി നിൽക്കണം? ഇനിയും എത്ര ഭാര്യമാർ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തോടെ ജീവിക്കണം? ഈ ചോദ്യങ്ങൾ പോലീസിനോട് മാത്രം ചോദിക്കാനുള്ളതല്ല, നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യങ്ങളാണ്. ലഹരിയെ തിരഞ്ഞെടുക്കാതെ പ്രതീക്ഷയെ തിരഞ്ഞെടുക്കൂ. ലഹരിയിലേക്ക് ഒരു ചുവട് വെക്കുന്നതിന് മുമ്പ് നിന്നെ കാത്തിരിക്കുന്ന ആ കണ്ണുകളെ ഒരിക്കൽ ഓർക്കൂ. ഒരു നിമിഷത്തെ ലഹരി ഒരു ജീവിതത്തിൻ്റെ കണ്ണീരായി മാറരുത്. ഒരു തെറ്റായ തീരുമാനം ഒരു കുടുംബത്തിൻ്റെ വിധിയായി മാറരുത്. ചിന്തിക്കൂ, നിന്നെ കാത്തിരിക്കുന്നവർ ഇന്നും വീട്ടിലുണ്ട്. കാരണം നീ നഷ്ടപ്പെടുത്തുന്നത് ഒരു ജീവിതം മാത്രമല്ല,
നിന്നെ സ്നേഹിക്കുന്നവരുടെ സമാധാനവും പ്രതീക്ഷകളുമാണ്.